ഇപ്പോൾ ഡോഹുൻ ദാൽജുങ്ങിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരും. അവൾ അയാൾക്കൊരു ബാഗ് കൊടുത്തിട്ട് നിങ്ങളുടെ സാധനങ്ങളാ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നതാണെന്ന് പറയും. അയാളത് തുറന്നു നോക്കിയിട്ട് നീ ഇതിലൊരു ക്രയോണിൻ്റെ ബോക്സ് കണ്ടിരുന്നോ? നിങ്ങളിത് എനിക്ക് തരാൻ വേണ്ടി വാങ്ങിയതല്ലേ, നമുക്കിവിടെ ഇരിക്കാമെന്ന് അവൾ പറയും. ഹേയ്, നീ എന്നെ വരയ്ക്കാൻ പോവാണോ എന്ന് ചോദിച്ച് അയാൾ ഓടി വരും. ഞാൻ നിങ്ങളെ എല്ലാ ദിവസവും വന്ന് വരയ്ക്കാം അച്ഛാ. നീ എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങളുടെ പടം വരയ്ക്കാമെന്ന്? അല്ല, അതിന് ശേഷം അച്ഛാ. അയാൾ അത് കേട്ട് കരയും. ഡോഹൻ അവളുടെ വിഷമം ഉള്ളിലൊതുക്കി അനങ്ങരുത്, നിങ്ങളെൻ്റെ പടം കുളവാക്കുമെന്ന് പറയും. ഇപ്പോൾ മറ്റൊരിടത്ത് ഒരാൾ കയറും സ്പാനറും എല്ലാം വാങ്ങി പ്രതികാരത്തിന് റെഡി ആവുന്നുണ്ട്. പഴയ രൂപത്തിലുള്ള അതേ മിൻകുക്ക്. ലോയർ ചാ ഓഫീസിലേക്ക് വരുമ്പോൾ വീണ്ടും 2 കത്ത് വന്നിട്ടുണ്ട്. അയാൾ അതെടുത്ത് വായിക്കുമ്പോൾ മിസ്റ്റർ മിൻ ഹോസ്പിറ്റലിൽ വന്ന് ബഹളം സൃഷ്ടിച്ച വാർത്തയാണ്. ഇത് മിൻകുക്ക് ആയിരിക്കുമോ? അയാൾ അടുത്ത കത്ത് വായിക്കുമ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ട വൃദ്ധയായ സ്ത്രീയും കൊച്ചുമകനും വിശന്നു മരിച്ചു. അവരുടെ മരുമകൾ ഹൃദയസ്തംഭനം മൂലം നേരത്തെ മരിച്ചതാണ്. മകൻ ജയിലിലുമാണ്. ചോയ് ഇപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ ചാ വേഗം അത് ഒളിപ്പിക്കും. നിങ്ങളെന്താ ഇത്ര രാവിലെ ഇവിടെ ചെയ്യുന്നേ? ഹേയ്, ഒന്നുമില്ല, ഞാൻ കേസിന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ സൂഹയും ഹേസും കൂടി നടന്നു വരുമ്പോൾ അവളൊരു നെക്ലേസ് കണ്ട് നോക്കി നിൽക്കും. അവൾ ചിന്തിക്കും, ഹോ, ഇത് കാണാൻ അടിപൊളിയാണ്, പക്ഷേ എന്തൊരു വിലയാണ്. ഈ പൈസയ്ക്ക് എനിക്ക് 300 സോസേജ് വാങ്ങി തിന്നാം. ഇത് മനസ്സിലായ സൂഹ അവൾ പോയി കഴിയുമ്പോൾ അങ്ങോട്ട് ചെല്ലും. അവനും അത് കാണുമ്പോൾ ഇത്ര ചെറിയ സാധനത്തിന് ഇത്ര വിലയൊന്ന് പറയും. നമ്മുടെ ഡിറ്റക്റ്റീവ് പോലീസുകാരും ഇവരെ നോക്കി പുറകിൽ നിൽപ്പുണ്ട്. അവൻ നോക്കി നിൽക്കെ ആ നെക്ലേസ് വേറൊരു കസ്റ്റമർക്ക് എടുത്ത് കാണിക്കും. അവൻ ഓടിപ്പോയി പൈസ എടുത്തുകൊണ്ട് വന്ന് അത് വാങ്ങും. അവൻ ആ ഗിഫ്റ്റ് പാക്ക് ചെയ്തതെല്ലാം സന്തോഷത്തോടെ നോക്കി ബാഗിലിട്ട് പോകും. ഡിറ്റക്റ്റീവും അവൻ്റെ പുറകെയുണ്ട്. ഇപ്പോൾ ഹേസുങ് ഓഫീസിലിരിക്കുമ്പോൾ പേജ് മറിക്കാനായി വിരലിലിടുന്ന അവളുടെ ഫിംഗർ ടിപ്പ് പൊട്ടിപ്പോവും. ചോയ്, നിൻ്റെ കയ്യിൽ വേറെ റബ്ബർ ഫിംഗർ ടിപ്പ് ഉണ്ടോ? ഇല്ല, എൻ്റെ കയ്യിലില്ല. ചായയുടെ കയ്യിൽ കാണും, അയാളുടെ മേശ ഒന്ന് തപ്പി നോക്ക്. അവൾ എഴുന്നേറ്റ് വന്ന് ചായയുടെ മേശ നോക്കും. ഡ്രോ വലിച്ചു നോക്കുമ്പോൾ അവളുടെ പേരിലുള്ള കത്ത് അതിൽ കിടക്കുന്നത് കാണും. ഇതെന്താ, ഇതിൽ എൻ്റെ അഡ്രസ്സാണല്ലോ എന്ന് പറഞ്ഞ് അവൾ അതെടുക്കും. ചോയ് ഓടി വന്ന്, രാവിലെ അയാളിത് സീക്രട്ടായി നോക്കുന്നുണ്ടായിരുന്നു. സീക്രട്ടായിട്ടോ? ആ, ഞാൻ വന്നപ്പോഴേക്ക് അത് ഒളിപ്പിച്ചു. ഇയാളെന്തിനാ എൻ്റെ കത്ത് എടുക്കുന്നതെന്ന് പറഞ്ഞ് അവൾ അത് തുറന്നു നോക്കും. അപ്പോൾ ചാ അങ്ങോട്ട് വരും. അയാളെ കത്ത് തട്ടിപ്പറിക്കാൻ വേണ്ടി ഓട്ടും. എൻ്റെ പേരിലുള്ള കത്ത് എന്താ നിങ്ങളുടെ കയ്യിൽ? അത് ഇപ്പോൾ സൂഹ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ബൈക്കുകാരൻ വന്ന് അവൻ്റെ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. പോലീസുകാരനത് തടയാൻ നോക്കുമ്പോൾ അയാളെ അടിച്ച് താഴെയിടും. അയാൾ അവൻ്റെ നമ്പർ പ്ലേറ്റ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. സൂഹ വന്ന് അയാളെ പൊക്കി എഴുന്നേൽപ്പിക്കും. എനിക്ക് ആ ബാഗ് വേണമായിരുന്നല്ലോ എന്ന് അവൻ പറയും. നീ പേടിക്കണ്ട, എനിക്ക് അവനെ അറിയാം. ഇതും പറഞ്ഞ് അയാൾ ആരെയോ വിളിച്ച് അവനെ പിടിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ഇപ്പോൾ ചോയ് റൂമിന് പുറത്ത് ചെവിയും വട്ടം പിടിച്ച് നിൽക്കുകയാണ്. മൂത്ത വക്കീൽ അങ്ങോട്ട് വരുമ്പോൾ, ചോയ്, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. മിണ്ടല്ലേ, ഹേസുങ്ങും ലോയർ ചായം കൂടി ഉള്ളിൽ രഹസ്യം പറയുവാന്ന് അവൻ ആക്ഷൻ കാണിക്കും. അവരെന്താ ഇത്ര സീരിയസ് ആയിട്ട് പറയുന്നേ? ഇപ്പോൾ ഉള്ളിൽ, നിങ്ങൾ പറ, എന്താ ഇതെല്ലാം? ആരാ റിപ്പോർട്ട്? പാക് ജോ ഹുക്ക് വിശന്ന് മരിച്ച സ്ത്രീയും കുഞ്ഞും ഏതാ? എനിക്ക് പറയാനാവില്ല. ലോയർ ചാ എന്ന് പറഞ്ഞ് അവൾ അലറും. ഐ എം സോറി, എനിക്ക് നുണ പറയാനാവില്ല. ദയവ് ചെയ്ത് എന്നോട് ചോദിക്കരുത്. നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാനിത് കണ്ടെത്തിയാൽ എനിക്കെന്തെങ്കിലും സംഭവിക്കുമായിരിക്കും അല്ലേ? ഈ ഒരു സിറ്റുവേഷൻ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്ര പതറ്റിക്കായിട്ടാണ് നിങ്ങൾ എന്നെ കരുതിയത്. ശരി, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ എഴുന്നേൽക്കും. റിപ്പോർട്ട് പാർക്ക് ജൂ ഹുക്ക് പാക് സൂഹയുടെ അച്ഛനാണ്. വിശന്ന് മരിച്ച സ്ത്രീയും കുഞ്ഞും മിൻകുക്കിൻ്റെ അമ്മയും മകനുമാണ്. നിനക്ക് ഈ കത്തെല്ലാം അയച്ചത് മിൻകുക്കുമാണ്. ഇപ്പോൾ സൂഹ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പോലീസുകാരൻ വന്ന് അവൻ്റെ ബാഗ് തിരിച്ചു കൊടുക്കും. നോക്ക്, എന്തെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അവൻ നോക്കി അവൻ്റെ ഗിഫ്റ്റ് ബോക്സ് കാണുമ്പോഴേ സന്തോഷമാവും. നിൻ്റെ പേഴ്സും ഫോണും എല്ലാം ഇല്ലയെന്ന് ഒന്നുകൂടി നോക്കാൻ പോലീസുകാരൻ പറയും. അവൻ പരിശോധിച്ചിട്ട്, എൻ്റെ ഫോൺ കാണുന്നില്ല. അവൻ അത് എടുത്ത് കാണും, പേടിക്കേണ്ട, ഞാൻ കണ്ടെത്തി തരാം. കുഴപ്പമില്ല, സമയമെടുത്ത് കണ്ടെത്തിയാൽ മതി, എനിക്കിത് കിട്ടിയല്ലോ, അത് മതി, താങ്ക് യു എന്ന് പറഞ്ഞ് അവൻ ഓടിപ്പോകും. അവൻ ഓഫീസിലേക്ക് വരും. ഹേസുങ് ഇവിടെ ഉണ്ടോ? അവൾക്ക് 2 മണിക്കൊരു കേസുണ്ട്, കോടതിയിലേക്ക് പോയെന്ന് മൂത്ത വക്കീൽ പറയും. ലോയർ ചായം കൂടെ ഉണ്ടായിരുന്നു. സുഹ കോടതിയിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ആളും ബഹളവും ഒന്നും ഉണ്ടാവില്ല. കേസ് ഓൾറെഡി കഴിഞ്ഞു എന്ന് അവിടെ കണ്ട ഒരാളോട് അവൻ ചോദിക്കും. ഇല്ല, അതിന് തുടങ്ങിയ പോലും ഇല്ല. അതെന്താ? ഡിഫൻസ് കൗൺസിൽ വന്നില്ല. കേസ് 2 മണിക്കായിരുന്നു, 2:30 ആയിട്ടും അവൾ വന്നില്ല. ജഡ്ജി അതുകൊണ്ട് കേസ് മാറ്റിവെച്ചു. അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലോയർ ചായ കാണും. അവൻ അയാളുടെ അടുത്തേക്ക് വന്നിട്ട്, ഹേസുങ് എവിടെ പോയെന്ന് നിങ്ങൾക്കറിയോ? ഹേസുങ്ങോ? അവൾക്കിപ്പോൾ കേസ് നടക്കുമല്ലേ? അവൾ അവിടെ ഇല്ല. അതെന്താ, നീ അവളെ വിളിച്ചു നോക്കിയോ? ഇല്ല, എൻ്റെ ഫോൺ നേരത്തെ മോഷണം പോയി. ലോയർ ചാ അയാളുടെ ഫോൺ എടുത്ത് അവളെ വിളിക്കും. ഹലോ ഹേസുങ്. അവൾ ഫോൺ കട്ട് ചെയ്തല്ലോ. ഇനി ആ കത്ത് കണ്ടതുകൊണ്ടായിരിക്കുമോ എന്ന് അയാൾ മനസ്സിലോർക്കും. ഇത് മനസ്സിലായ സൂഹ, നിങ്ങൾ അവളോട് എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞോ? ഹേസുങ് എൻ്റെ മേശ പരിശോധിച്ച് മിൻകുക്ക് അയച്ച കത്തുകളെല്ലാം കണ്ടു.
സോറി, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അവൾക്ക് എല്ലാം അറിയോ? അറിയാം. അപ്പോൾ അതുകൊണ്ടാണല്ലേ അവൾ ഡിസപ്പിയർ ആയത്? അല്ല, അതൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് എന്തറിയാമെന്ന് പറഞ്ഞ് സൂഹ ഒച്ചയിടും. നിങ്ങൾ എന്തിനാ അവളോട് പറയാൻ പോയതെന്ന് പറഞ്ഞ് അവൻ പോകും. പോലീസുകാർ അവൻ നടന്നു പോകുന്നത് കണ്ടിട്ട് അതിലൊരുത്തൻ അവൻ്റെ പുറകെ പോകും. അപ്പോഴേക്ക് ലോയർ ചാ ഓടി വന്ന് മറ്റേ ആളോട്, നിങ്ങൾ ഹേസിങ്ങിനെ കണ്ടോ എന്ന് ചോദിക്കും. നിങ്ങൾ ഒരുമിച്ചല്ലേ കോടതിയിലേക്ക് നേരത്തെ കയറിപ്പോയേ? അപ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇല്ല, എന്താ? ഹേസിങ്ങിനെ കാണുന്നില്ല. ഏ, ഞാനിവിടെ ബാത്റൂമിൽ പോലും പോകാതെ അവളെ നോക്കിയിരിക്കുമായിരുന്നു. അവൾ തന്നെ മതിൽ ചാടി പോകാതെ മിസ്സാവാൻ ഒരു വഴിയില്ല. സൂഹ ആകെ ടെൻഷൻ അടിച്ച് നടക്കുവാണ്. അവനൊരു ഫോൺ ബൂത്ത് കണ്ട് അതിൽ കയറി ഹേസിങ്ങിനെ വിളിക്കും. ഹലോ, ഇത് ഞാനാ സൂഹ. ദയവ് ചെയ്ത് ഫോൺ വെക്കരുത്, എനിക്ക് പറയാനുള്ളത് കേൾക്കണം. അപ്പുറത്ത് നിന്ന് ഒരു പുരുഷ ശബ്ദം കേൾക്കാം. ഞാൻ നിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു പാർക്ക് സൂഹ. നീ ഹേസിങ്ങിനെയാണോ നോക്കുന്നേ? അവനാകെ പേടിച്ച് ഫോൺ താഴെ വെക്കും. ഭ്രാന്ത് പിടിച്ചതുപോലെ അവിടെ കിടന്ന് അവൻ അലറാൻ തുടങ്ങും. ഇപ്പോൾ സൂഹ പറയുന്നതായി നമ്മളെ കേൾപ്പിക്കും. ജൂലൈ 26 ഉച്ച കഴിഞ്ഞ് 3:10 മിൻഗുക്ക് അവളെ കിഡ്നാപ്പ് ചെയ്തു. അതിന് 2.5 മണിക്കൂറിന് ശേഷം 11 വർഷത്തെ ഞങ്ങളുടെ കഥയ്ക്ക് ഒരവസാനം വന്നു.